ഹായ് ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് സോയില്ല ഹെയർ എക്സസറീസ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു സ്ക്രഞ്ച് മേക്ക് ചെയ്യുന്നതായിട്ടാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇതുപോലൊരു സ്ക്രഞ്ച് നമ്മുടെ മിനി മെഷീനിലാണ് നമ്മൾ മേക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. മിനി മെഷീനിലാണ് നമ്മൾ മേക്ക് ചെയ്യുന്നത്. എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് 5 ഇഞ്ച് വീതിയും 30 ഇഞ്ച് നീളവുമുള്ള ഒരു തുണി എടുക്കണം. ഞാൻ പറയുന്ന ഒരു മീഡിയം സ്ക്രഞ്ചിയുടെ അളവാണ് പറയുന്നത്. അപ്പം 5 ഇഞ്ച് വീതിയും 30 ഇഞ്ച് നീളമുള്ളൊരു തുണി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നല്ല വശം അകത്താക്കി മടക്കണം. നല്ല വശം അകത്ത് വരണം, പുറം ഭാഗം പുറത്തും വരണം. ആ രീതിയിൽ ഇതുപോലെ മടക്കിയെടുക്കണം. മടക്കിയെടുത്തിട്ട് നമുക്ക് ആ 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ശ്രദ്ധിക്കണം, നല്ല വശം അകത്തായിരിക്കണം നമ്മളിങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അവിടെ. ഇനി നമുക്ക് ഇതിനെ ഇങ്ങനൊന്ന് നിവർത്തിയിടാം. നിവർത്തിയിട്ടിട്ട് നമ്മളിങ്ങനെ സ്ക്രഞ്ചി ഉണ്ടാക്കുമ്പം നമ്മൾ നേരെ അടിച്ചിട്ട് 2 വശവും കൂടെ കൂട്ടി അടിച്ച് ആ ഒരു പാട് സ്ക്രഞ്ചിക്കകത്ത് വരത്തില്ല ഇങ്ങനെ സ്ക്രഞ്ചി ഉണ്ടാക്കുമ്പം. അപ്പം അതെല്ലാം ഉള്ളിൽ പൊക്കോളും. ആദ്യം നമ്മളിങ്ങനെ ഇട്ടിട്ട് ഈ മുകൾ ഭാഗം മാത്രം ഇങ്ങനൊന്ന് മടക്കിയിട്ട് താഴ്ഭാഗം ഇങ്ങോട്ടാക്കണം. ഒന്നുകൂടെ കാണിക്കാം. ആദ്യം ഇങ്ങനെ നിവർത്തിയിടുക, എന്നിട്ട് മുകൾ ഭാഗം മടക്കി അങ്ങ് അകത്താക്കണം. എന്നിട്ട് താഴ്ഭാഗം രണ്ടും കൂടി മുകൾ ഭാഗം മടക്കി അകത്താക്കി ഇനി താഴ്ഭാഗം രണ്ടും കൂടി കൂട്ടി അടിക്കണം. അപ്പം നമ്മൾ മുകൾ ഭാഗത്ത് നമ്മൾ മടക്കി ഉള്ളിലോട്ട് വെച്ചതിനകത്ത് സ്റ്റിച്ച് വീഴാൻ പാടില്ല. അല്ലാണ്ട് നമ്മൾ ഇതിങ്ങനെ അടിച്ചെടുക്കണം. അകംഭാഗം നമ്മൾ മടക്കി വെച്ചേക്കുന്നതിനകത്തോട്ട് സ്റ്റിച്ച് വീഴാൻ പാടില്ല. സ്റ്റിച്ച് വീണ് കഴിഞ്ഞാൽ നമുക്ക് റെഡിയായിട്ട് വരത്തില്ല. അപ്പോൾ ഇതിങ്ങനെ സൈഡിൽ കൂടി ഇങ്ങനെ അടിച്ചെടുക്കണം. നമ്മൾ അടിച്ചെടുക്കുമ്പോൾ അകത്ത് നമ്മൾ മടക്കിയെടുത്ത ഒരു തുണിയുണ്ട്. ഇനി നമുക്ക് അടിച്ചടിച്ച് നമ്മൾ താഴോട്ട് കൊണ്ടുവരണം. താഴോട്ട് വരും തോറും അകംഭാഗം മടക്കി തന്നെ ഉള്ളിലോട്ട് കയറ്റി കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഉള്ളിലോട്ട് നമ്മൾ കയറ്റി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനകത്തോട്ട് സ്റ്റിച്ച് വീഴും. ഇനി നമുക്ക് ഇങ്ങനെ മടക്കി അകത്തോട്ട് കയറ്റി വെച്ചിട്ട് 2 സൈഡും കൂടെ കൂട്ടി അടിക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ മടക്കി വെച്ച തുണി പതിയെ ഇങ്ങനെ വലിച്ചു കൊടുക്കണം. വലിച്ചു കൊടുക്കും തോറും വലിച്ചു കൊടുത്ത് ഇങ്ങനെ താഴോട്ട് സ്റ്റിച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതിനാണ് നമ്മൾ അകത്ത് തയ്യൽ വീഴരുതെന്ന് പറയുന്നത്. അകത്ത് തയ്യൽ വീണ് കഴിഞ്ഞാൽ നമ്മൾ വലിക്കുമ്പോൾ ഈ തുണി വരില്ല. ഇനി വീണ്ടും അകത്തുനിന്ന് വലിക്കുക, തയ്ക്കുക. ആ ഒരു പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണം. വീണ്ടും നമുക്ക് അകത്തുനിന്ന് വലിച്ചു കൊടുക്കാം. ഇങ്ങനെ വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും അടിച്ചു കൊടുക്കാം. അങ്ങനെ ലാസ്റ്റ് ചെറിയൊരു ഹോള് വരും. അതുവരെ നമുക്ക് അടിച്ചു കൊടുക്കാൻ പറ്റും. ഇത് ചെറിയൊരു ഹോളേ വരത്തുള്ളൂ. ഒരു ഗ്യാപ്പ് അവിടെ വരും. വീണ്ടും ഇതുപോലെ ഇങ്ങനെ വലിച്ചു കൊടുക്കുക, വീണ്ടും അടിക്കുക. എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഒരു 1-2 തവണ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കങ്ങ് പ്രാക്ടീസ് ആയിക്കോളും. ആദ്യം നമ്മളൊരു പഴയ തുണിയിലോ വല്ലതും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. എന്നിട്ട് നമുക്കിതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് അകത്തുനിന്ന് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ നമ്മൾ നേരത്തെ അകത്താക്കിയ അകംഭാഗം നല്ല വശം പുറത്ത് വരും. സ്റ്റിച്ച് അകത്തും പോകും.
പിന്നെ ഈ സെൻറ്ററിൽ വരുന്ന ഒരു സ്റ്റിച്ചിങ് രണ്ടും കൂടെ കൂട്ടി അടിച്ച ഒരു സ്റ്റിച്ചിങ് പുറത്ത് കാണുകയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമ്മുടെ ചെറിയൊരു ഗ്യാപ്പ് വരുമെന്ന് പറഞ്ഞല്ലോ അവിടെ, അതിൽ കൂടെ ഇതിൻ്റെ അകത്ത് ഇലാസ്റ്റിക് കയറ്റണം. ഇനി ഇലാസ്റ്റിക് എടുക്കുന്ന നീളം എന്ന് പറയുന്ന, നമ്മൾ ഏത് സ്ക്രഞ്ചി ഉണ്ടാക്കിയാലും സ്ക്രഞ്ചിയെ രണ്ടായിട്ട് മടക്കണം, പിന്നെ അതിനെ ഒന്നുകൂടെ മടക്കിയിട്ട് അപ്പം മൊത്തം 4ആയിട്ട് മടക്ക് വീഴും. എന്നിട്ട് അതിൻ്റെ അളവാണ് നമ്മൾ ഇലാസ്റ്റിക് എടുക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പം അങ്ങനെ എടുക്കുക, ആദ്യം 2ആയിട്ട് മടക്കുക, പിന്നെ ഒന്നുകൂടെ മടക്കുക. ഇത്രയും ഗ്യാപ്പാണ് നമ്മൾ അടിച്ചെടുത്ത് ലാസ്റ്റ് വന്നത്. ഈ ഗ്യാപ്പിൽ കൂടി വേണം നമ്മൾ നമ്മുടെ ഇലാസ്റ്റിക്കിനെ കയറ്റി വിടാനായിട്ട്. അപ്പോൾ ഇലാസ്റ്റിക് നമ്മൾ അകത്ത് കയറ്റി വിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു എൻഡ് നമ്മുടെ കയ്യിൽ തന്നെ വേണം. കാരണം ഇലാസ്റ്റിക്കിന് നീളക്കുറവാണല്ലോ, അപ്പം അകത്ത് കയറി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മറ്റേ എൻഡ് നമ്മൾ കയ്യിൽ പിടിച്ചിട്ട് വേണം ഇത് അകത്തോട്ട് കയറ്റാനായിട്ട്. അപ്പം ഇങ്ങനെ കയറ്റി വിട്ടിട്ടുണ്ട്. അപ്പം എന്നിട്ട് 2 വശവും കൂടെ നമുക്കിനി സേഫ്റ്റി പിൻ മാറ്റാം. സേഫ്റ്റി പിൻ മാറ്റിയിട്ട് 2 വശവും കൂടെ ഒന്ന് കൂട്ടി കെട്ടി കൊടുക്കാം. ഒന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്ക്രഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ കയറ്റിയ ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പ് നമുക്കൊന്ന് തയ്ച്ചു കൊടുക്കണം. അത് ഇങ്ങനെ ചുരുങ്ങിയിടുമ്പം മിക്ക നമ്മൾ സ്ക്രഞ്ചുകൾ വാങ്ങിക്കുമ്പോഴും ആ ഗ്യാപ്പ് അങ്ങനെ തയ്ച്ചു കൊടുക്കാറില്ല അവർ. എന്നാലും നമുക്കതൊന്ന് തയ്ച്ചു കൊടുക്കാം. ചെറിയൊരു ഗ്യാപ്പേ ഉള്ളൂ. അത് നമുക്ക് 2 വശം ഉള്ളിലോട്ട് മടക്കി വെച്ചിട്ട് ആ എൻഡിൽ കൂടി ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എൻഡിൽ കൂടി ഒരു സ്റ്റിച്ച് ഇടാം, അറിയാത്ത വിധത്തിലൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ സ്ക്രഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്ക്രഞ്ചി ഇവിടെ റെഡിയായി. അപ്പം വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. 2-3 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കങ്ങ് പ്രാക്ടീസ് ആകും. അപ്പോൾ ഈ മെത്തേഡിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.